നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് തെരഞ്ഞെടുപ്പ് സമയം, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ഇ.പി. ജയരാജൻ. ഈ ഇ.പി. ജയരാജൻ്റെ പുസ്തക പ്രകാശനം, ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം, വളരെ മനോഹരമായൊരു തലക്കെട്ടാണ് ആ പുസ്തകത്തിനുള്ളത്. ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങളാണ് ഇ.പി. പറയുന്നത്. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പ്രസാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആരുടെയും കൈ കൊടുത്തിട്ടില്ല, അത് എവിടെയെന്നോ പുറത്തായതാണ്, അതിനിടയിൽ രഘുനാഥ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ്റെ കയ്യിൽ നിന്നാണ് ഇത് ചോർന്നതെന്ന് പറയുന്നു, തുടങ്ങിയ നിരവധി പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ. അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്നു. DC ബുക്സിനെതിരെ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, തുടങ്ങി നിരവധി കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇ.പി. ജയരാജൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞു വരുത്തി ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതോടൊപ്പം പ്രസിദ്ധീകരിക്കാനിരുന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം മാറ്റിവെക്കുകയും കൂടി ചെയ്തു. എന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രസാധനം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിദ്ധീകരണം മാറ്റിവെച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. കാര്യം, മുഖ്യമന്ത്രിയെ ഒരുപാട് തവണ കുറ്റം പറയുന്ന, മുഖ്യമന്ത്രിയും ഇ.പി. ജയരാജനും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും വിവാദ പരാമർശങ്ങളും ഈ പറയുന്ന പുസ്തകത്തിനുള്ളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചും ഇവിടുത്തെ മന്ത്രിമാരുടെ കഴിവുകേടിനെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ഈ സമയത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ഉറപ്പാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ഓരോരുത്തരും ഈ തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇ.പി. ജയരാജനാണെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ.പി. ജയരാജൻ്റെ പ്രകാശ് ജാവദേക്കറുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം വരുന്നു. ഇ.പി. ജയരാജൻ അത് അംഗീകരിക്കുകയും ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു, ആ കൃത്യമായ അതുവരെ ഒരു പുകമറ മാത്രമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥിയായിരുന്നവർ നടത്തിയ ഒരു പരാമർശം, പലപ്പോഴും ഈ പച്ച നുണ മാത്രം പറയുന്ന ഒരാളെന്നുള്ള ഒരു പേരുദോഷം ഇപ്പോഴും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ മേലെയുണ്ട്. ആ ശോഭാ സുരേന്ദ്രൻ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ടാണോ എന്തോ പറഞ്ഞ ഒരു വാചകമാണ് ഇത്. അന്നെല്ലാവരും അതൊരു വലിയ പെരുന്നുണയാണ് എന്നുള്ള തരത്തിൽ പ്രകാശ് ജാവദേക്കറും നമ്മുടെ ഇ.പി. ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച ഒരു വലിയ ഡീലിൻ്റെ ഭാഗമായിരുന്നു. CMRLൻ്റെ അഴിമതി കേസുകളും മാസപ്പടി വിവാദവും കരുവന്നൂർ കേസും തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലേക്കാക്കിയ വിവാദങ്ങളെല്ലാം, ലാവലിൻ കേസ് അടക്കമുള്ളവയുടെ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെപ്പിക്കുന്നതിന് വേണ്ട ഉപകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഒരു സീറ്റ് അവിടുത്തെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാ നീക്കവും നടത്തി കൊടുക്കാമെന്നുള്ള തരത്തിലുള്ള ഒരു കരാർ പ്രകാശ് ജാവദേക്കറും ഇ.പി. ജയരാജനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവർ പറഞ്ഞ വാചകങ്ങളാണ്, അതായത് ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ കൃത്യമായ സമയത്തിനുള്ള ഒരു മറുപടി, തൻ്റെ കുറ്റസമ്മതം ഇ.പി. ജയരാജൻ നടത്തിയത് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ. അപ്പോൾ ആലോചിച്ചു, ഇ.പി. ജയരാജനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, പാർട്ടി ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ട ഒരു ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം, ആ ദിവസം തന്നെ എന്തിന് ഇ.പി. ജയരാജൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും അന്ന് അത് കേട്ടുകൊണ്ടിരുന്നവർക്ക് സംശയം തോന്നി. പിന്നീട് അതിൻ്റെ അലയൊലികളെല്ലാം അവസാനിച്ചു. ഇ.പി. ജയരാജൻ ഒടുവിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു. തുടർന്ന് ഇ.പി. ജയരാജൻ പാർട്ടി പരിപാടികളിലൊന്നും സജീവമാകാത്ത ഒരു അവസ്ഥ വന്നു. കാര്യം എന്താ? അന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്രകാശ് ജാവദേക്കറുമായി എൻ്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഒരു ചായ പോലും പക്ഷേ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള ഒരു വെടിപൊട്ടിക്കലായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്തുണ്ടായത്. എന്നാൽ ഇത്തവണ വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇ.പി. ജയരാജൻ്റെ പ്രസ്താവന തീർത്തും അസ്ഥാനത്ത് തന്നെ ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം പുറത്തേക്ക് വന്നത് ഒരു അസ്ഥാനത്തായിപ്പോയി എന്ന് തന്നെയാണ്. സരിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം അതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അത് തെറ്റായ തീരുമാനമായിരുന്നു പാർട്ടിയുടേത്. ഇക്കാര്യവും അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുകയും അല്ലെങ്കിൽ ഇതിലെ പല വിവാദപരമായ പരാമർശങ്ങൾ പുറത്തു വരികയും അതൊരു വലിയ ബോംബായി മാറുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്, ചേലക്കരയും വയനാടും. ഇനി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. ഒരുപക്ഷെ ഈ ഒരു വിവാദ പ്രസ്താവന കൊണ്ട് തന്നെ ചേലക്കരയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും കിട്ടാവുന്ന വോട്ടിൻ്റെ ഒരു നല്ലൊരു ശതമാനത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.
കാര്യം ഇത് അനവസരത്തിലായി പോയി. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രീതിയിൽ തന്നെയാണ് ആ പരാമർശങ്ങളെല്ലാം ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിവാദത്തിലേക്ക് ആ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയും, ഞാൻ പാലക്കാട് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രചരണത്തിനായിട്ട്. പക്ഷേ പി സരിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ സത്യത്തിൽ CPM-നുള്ളിൽ തന്നെ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഒരു വലിയ അസംതൃപ്തിയുണ്ട്. ഒരിക്കലും പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു, പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പി സരിൻ്റെ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പി സരിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന EP ജയരാജൻ പാലക്കാടേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു കോമഡി മനസ്സിലാവുന്നത്. അവിടെ വന്നിരുന്നുകൊണ്ട് അദ്ദേഹം എന്തായിരിക്കും പറയുക? അവിടെ വന്നിരുന്നുകൊണ്ട് എന്തൊരു ആത്മാർത്ഥതയില്ലാത്ത പറച്ചിലായിരിക്കും EP ജയരാജൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളെല്ലാവരും സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പി സരിനെ പാലക്കാടിൻ്റെ അടുത്ത് MLA ആക്കി അരിയിട്ട് വാഴിക്കണം എന്നല്ലേ EP ജയരാജൻ പറയാൻ പോകുന്നത്? അപ്പോൾ EP ജയരാജൻ്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ വായിച്ചിരുന്ന ജനങ്ങൾ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്? അപ്പം അദ്ദേഹം ഇപ്പം പാലക്കാട് വന്ന് പറയുന്നത് കൊണ്ട് പി സരിന് വലിയ മെച്ചമൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം ഒരു തവണ അദ്ദേഹം പറഞ്ഞ ജനങ്ങൾ കേട്ടു, അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ പരാമർശം നടത്തി. പിന്നീട് അദ്ദേഹം പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അവിടെ വന്നു നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പൊതുയോഗം നടക്കുന്ന വേദിയിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വന്നു നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളനുണയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ എത്ര പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല. അത് സരിനെ ദോഷകരമായി തന്നെ ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടെ PV അൻവർ ചില വെടികൾ പൊട്ടിക്കുന്നുണ്ട്. PV അൻവർ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും പി ശശിയെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് PV അൻവറിൻ്റെ പറച്ചിൽ. PV അൻവർ പറയുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസും പിണറായി വിജയനും ശശിയും കൂടി ചേർന്ന് രക്തസാക്ഷിയാക്കുകയാണ് EP ജയരാജനെ. അതായത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എങ്കിൽ, ഇപ്പോഴും എഴുതിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, അദ്ദേഹം അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വലിയ അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്, അത് വേറൊരു കാര്യം. അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള വിവാദ പരാമർശങ്ങൾ പുറത്തെത്തിയതിൻ്റെ പേരിലോ ഇവിടെ ഇപ്പം എന്തായാലും പാർട്ടി നടപടി EP ജയരാജൻ്റെ മേലെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടാകണമെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമെന്നും, അങ്ങനെ പുറത്താക്കുന്ന ഒഴിവിലേക്ക് മരുമകൻ കൂടിയായ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ കൊണ്ടെത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിൻ്റെ പേരിൽ പി ശശിയും പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടി നടത്തിയ ഒരു കള്ളക്കളിയുടെ ഫലമാണ് ഇത്, ഈ പറയുന്ന നമ്മുടെ EP ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ പുറത്താകൽ എന്നാണ് പറയുന്നത് എന്ന് PV അൻവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ ചില രാഷ്ട്രീയ ഗൂഢാലോചനകൾ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചില സാധൂകരിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് EP ജയരാജൻ ഇനി മുൻപ് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കള്ളക്കഥകൾ പൊളിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് EP ജയരാജനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പാലക്കാടുള്ള ജനങ്ങൾ EP ജയരാജനെ ഉൾക്കൊള്ളില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതൊക്കെയാണ്. നമുക്കറിയാം, പച്ചപ്പകൽ പോലെ യാഥാർത്ഥ്യമായ ഒരു കാര്യമായിരുന്നു നിയമസഭാ കയ്യാങ്കളി കേസ്. ഇപ്പോഴും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാണക്കേടായ ഏടായി മാറിയ ഒന്നാണ് ഈ നിയമസഭാ കയ്യാങ്കളി കേസ്. അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരെ കുറ്റവിമുക്തരാണ്, ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, അവിടെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പച്ച പരമാർത്ഥം പോലെ നമ്മുടെ മുന്നിലുള്ള ഒരു ദൃശ്യമാണ് അദ്ദേഹം കസേര പൊക്കിയെടുത്ത് താഴേക്കിടുന്നത്, സ്പീക്കറുടെ കസേര. ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും അവിടെ താൻ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു EP ജയരാജൻ ചെയ്തെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയും EP ജയരാജൻ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി നമ്മുടെ മുന്നിലുള്ളത്. രണ്ടാമത്തെ കാര്യം വൈദേഹം റിസർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വൈദേഹം റിസർട്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പല ആവർത്തി അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് എന്താണെന്ന് പോലും മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് ചോദിച്ച ഒരാളായിരുന്നു EP ജയരാജൻ. പിന്നീട് കാലം സത്യം തെളിയിക്കുകയാണ് ചെയ്തത്. അതായത് EP ജയരാജൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒന്നാണ് വൈദേഹം റിസോർട്ട് എന്നുള്ള കാര്യം സത്യം പുറത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ ഇൻഡിഗോ വിമാനത്തിൽ വെച്ചുണ്ടായ തർക്കത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം നടത്തിയ മുഖ്യമന്ത്രിയെ രക്ഷിക്കുകയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞു. അവിടെ നിന്ന് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിച്ച് സമരം ചെയ്ത് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചവർക്ക് നേരെ അക്രമം നടത്തിയത് ഈ പറയുന്ന EP ജയരാജനാണ് എന്ന് പിന്നീട് നമുക്ക് വ്യക്തമായി. അതോടൊപ്പം തന്നെ പ്രകാശ് ജാവദേക്കറുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം ആദ്യ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. പിന്നീട്
അദ്ദേഹം തന്നെ അത് മാറ്റി പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടിരുന്നു, വീട്ടിൽ വന്നിരുന്നു, ചെറുമകന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. അപ്പം ഈ രീതിയിൽ അത് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കള്ളങ്ങളെല്ലാം തന്നെ പിന്നീട് അതൊരു വലിയ കള്ളങ്ങൾ മാത്രമായി മാറി എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സരിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സരിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാലക്കാട് എത്തി നിന്നുകൊണ്ട് പറയുന്നതെല്ലാം ഇനി ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഇ.പി. ജയരാജൻ ഇതുവരെ പറഞ്ഞതെല്ലാം പിന്നീട് മാറ്റി പറഞ്ഞ ഒരാളാണെന്നും പിന്നീട് അത് സത്യമല്ല, ഈ പറയുന്ന ഇ.പി. ജയരാജൻ പറഞ്ഞത് തന്നെയാണ് കള്ളം എന്നുള്ള വിവരങ്ങളെല്ലാം ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകും എന്നറിയില്ല. പിന്നെ പാർട്ടി നടത്തുന്ന മറ്റു ചില നീക്കങ്ങളുണ്ട്. അതായത് നമുക്കറിയാം തോമസ് ഐസക് എവിടെയാണ് എന്ന് നമുക്കറിയാം. തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ കൊണ്ട് നിർത്തി അവിടെ പരാജയപ്പെട്ടു. ജി സുധാകരൻ ഇപ്പോൾ എവിടെയാണ് നമുക്കറിയാം. ജി സുധാകരൻ വല്ലപ്പോഴും പാർട്ടിക്കെതിരായി ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ശൈലജ ടീച്ചറിൻ്റെ അവസ്ഥ പഴയപടി MLA തന്നെയാണ് നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് ഒതുങ്ങിക്കൂടി? ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ പറയുന്ന പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഇദ്ദേഹവും മുഹമ്മദ് റിയാസും പി ശശിയും ചേർന്നുള്ള തിരക്കഥയുടെ ഭാഗമാണ്. ശൈലജ ടീച്ചറിനെ ഒതുക്കി, ജി സുധാകരനെ ഒതുക്കി, തോമസ് ഐസക്കിനെ ഒതുക്കി, ഇപ്പോൾ ഇ.പി. ജയരാജനെയും ഒതുക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട. പിന്നീട് വേറൊരു കാര്യം കൂടി നമുക്ക്, കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ MP ആക്കി പറഞ്ഞു വിട്ടതാണ് എന്നുള്ള ആരോപണവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്, ചേലക്കരയിൽ നിന്നുള്ള MLA. അപ്പം ഈ രീതിയിലൊക്കെ വരുമ്പോൾ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളിൽ എവിടെയാണ് സംഭവിച്ചതെന്ന് അറിയേണ്ടി വരും. ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ അല്ലെങ്കിൽ പ്രസിദ്ധീകരണം നീട്ടിവെച്ചതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രി ആണോ പ്രവർത്തിച്ചിട്ടുള്ളത്? ഇതൊക്കെ വരും കാലങ്ങളിൽ തിരിച്ചറിയേണ്ടതാണ് യഥാർത്ഥ രാഷ്ട്രീയ ജീവിതത്തിന്. കാര്യം ഇദ്ദേഹം പറയുന്നത് ഇവരെല്ലാം മണ്ണിൻ്റെ മണമുള്ള സാധാരണക്കാരായ മനുഷ്യരുമായി ഇടപെട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരായിരുന്നു. ഇ.പി. ജയരാജനാണെങ്കിലും ജി സുധാകരനാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും ഒക്കെ ഇവരൊക്കെ മനുഷ്യരുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്നാൽ അതിനൊക്കെ പകരമായി കോർപ്പറേറ്റ് ചിന്താഗതികളുള്ള കുറേയധികം സഖാക്കന്മാരെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടെ കുത്തി നിറയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് എന്ന തരത്തിൽ അതും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.